അപ്പോൾ നമ്മളിന്നൊരു പാചക വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. വേറെ ഒന്നുമല്ല, എൻ്റെ സ്പെഷ്യൽ വിഭവമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വി ആർ ഗുരുവിന്റെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ ഇന്ന് ഞാൻ ഒറ്റയ്ക്കല്ല, അച്ഛനുണ്ടെന്നാകും. പക്ഷെ അച്ഛനല്ല, അച്ഛന് പുറത്തു പോയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ ഒന്ന് കമ്പൈൻ ചെയ്ത് ചെയ്യാനുള്ളത് എൻ്റെ അമ്മമ്മയാണ്. വരും അമ്മമ്മ. അപ്പൊ നമുക്ക് ഇന്ന് പാചകം ചെയ്യാം. എൻ്റെ ഒരു സ്പെഷ്യൽ സാധനം കേട്ടത് വെണ്ടയ്ക്ക് ഇങ്ങനെ കുനുകുനാന്നിരുന്നു. പ്രത്യേക സാധനമാണ്. മൊത്തം പറയണ്ട, നമുക്ക് വീട്ടിൽ കിടക്കണ്ട അല്ലേ? അപ്പൊ നമുക്ക് അതിന് ആവശ്യമായ സാധനങ്ങൾ എന്താണ്? വെണ്ടയ്ക്ക. ഓക്കെ, അപ്പൊ നമുക്ക് അരിയാം. അതിന് മുൻപായിട്ട് തന്നെ ഇവിടെ അമ്മമ്മ കേബേജ് തോരൻ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കേബേജ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണല്ലേ. വലിയ ചട്ടിയൊക്കെയാ. ഇത് ചട്ടിയല്ലേ? കടായി. അതെ, ചീൻ ചട്ടി. അതെ. അപ്പൊ നമ്മുടെ ഈ അടുക്കളയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വശപ്പഴക്കം ഉണ്ട്. അത്യാവശ്യം ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള അടുക്കളയാണ്. ഇവിടെ ഗ്യാസ് സ്റ്റവ് ഉണ്ട്. ഇവിടെ പണ്ടത്തെ കാലത്തുള്ള ഉണ്ടല്ലോ അടുപ്പുണ്ട്. അടുപ്പ് വലിച്ചു നോക്കി, അടുപ്പുണ്ട്. അതാണ് ഇത്രയും കരി. നമ്മുടെ പണ്ടത്തെ കാലത്തുള്ള രാജാക്കന്മാരുടെ കാലത്തൊക്കെ നമ്മൾ ഈ ഇതൊക്കെ ഇല്ലേ, എന്താ ഈ പാലസ് ഒക്കെ പോയി കാണാൻ ചെല്ലുമ്പോൾ ആണ് ഇതേപോലത്തെ അടുക്കളയൊക്കെ. അതേപോലത്തെ നല്ല പുരാതനമായിട്ടുള്ള അടുക്കളല്ലേ ഇതൊക്കെ. അത് നല്ല ഭംഗിയുണ്ടല്ലോ. അത്യാവശ്യം കരിയും പോകെ ഉണ്ടാവും. അതിനകത്ത് നല്ലോണം പണിയെടുത്തുണ്ടാവും ഈ അടുക്കളയിൽ. അപ്പൊ നമുക്ക് അതിന് തുടങ്ങാം. നമ്മുടെ ഇന്നത്തെ ഉച്ചയൂണിന് വേണ്ടി പപ്പടം, അതുപോലെ തന്നെ ഇതാണ്ടാക്കി സാമ്പാർ ഒക്കെ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട്. അതെ, മോര് കൂട്ടാനും ഉണ്ട്. മോര് കറി അടിപൊളി ഉള്ളതൊക്കെ ആ ഭാഗത്ത് ഉണ്ടല്ലോ. അതല്ല അമ്മ എടുത്ത് തരും നമുക്ക് കാണാൻ വേണ്ടിയിട്ട്. ആഹാ, ഇതാണ് നമ്മുടെ മോര് കറി എന്ന് പറയുന്നത്. വേണ്ടില്ലേ? അപ്പൊ അതിനുവേണ്ടി നമുക്ക് ഇതേപോലത്തെ വെണ്ടയ്ക്കാണ് വേണ്ടത്. നമ്മൾ കഴുകിയിട്ട് വെക്കാം. എന്നിട്ട് അതിന്റെ ഈ ഭാഗം കളയാം. കണ്ടില്ലേ? അതിന്റെ കുറച്ചൊക്കെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ കണ്ടില്ലേ ഇതേപോലെ അരിഞ്ഞിങ്ങനെ വെക്കുക. കണ്ടില്ലേ? സൈഡ് ബിരിയാണിക്ക് ഒന്നുകൂടെ നന്നാവും. എങ്ങനെ വേണമല്ലോ, നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ഇങ്ങനെ അരിയുക. അങ്ങനെ ഈ വെണ്ടയ്ക്ക നിങ്ങൾ അത്യാവശ്യം എടുത്ത് അരിയുക. അരിയിട്ട് അപ്പൊ ഇവിടെ ക്യാബേജ് ഒക്കെ റെഡി ആയിട്ട് കണ്ടില്ലേ? ഓക്കെ, മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. കണ്ടില്ലേ? കൊള്ളാല്ലേ? അടിപൊളി. അപ്പൊ നമുക്ക് ഈ ചീനച്ചട്ടിയിലാണ് അമ്മമ്മ ഉണ്ടാക്കാൻ പോണേ നമ്മള് വെണ്ടയ്ക്ക. അപ്പൊ ഈ ചീനച്ചട്ടിയിലാണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ചീനച്ചട്ടിയാണ്. അപ്പൊ അമ്മമ്മ നമ്മുടെ ചീനച്ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു. ഓക്കെ, അപ്പൊ നമുക്കിനി ഇതാണ് നമ്മുടെ പാത്രം. ഇതിലേക്ക് എണ്ണ ഒഴിക്കും. നമ്മൾ ഈ വെണ്ടയ്ക്ക ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മഞ്ഞപ്പൊടി, ഉപ്പ്, മുളക് പൊടി, കുരുമുളക് ഇടിച്ചത്, അതുപോലെ തന്നെ മസാലപ്പൊടി ഇരിക്കട്ടെ. ആകുമ്പോ ഒരു ടേസ്റ്റ് കിട്ടും. ഇത്ര ഐറ്റംസ് നമുക്ക് ഇവിടെ ഒരുക്കി വെക്കാം. അപ്പൊ നമ്മൾ ഇതൊക്കെ ഒരുക്കി കൃത്യമായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത് എന്താ സംഭവം എന്ന് വെച്ചാൽ മുളക് പൊടി നമ്മൾ ലേശം ഇടുന്നു. അതുപോലെ തന്നെ മഞ്ഞപ്പൊടി അതേപോലെ തന്നെ ഇതൊക്കെ നോക്കി എന്തിനാ സ്പൂണൊക്കെ, എന്ത് കുഞ്ഞ സ്പൂണാ ഇത് നമ്മൾ ഇടുന്ന മറ്റു. അതുപോലെ തന്നെ നമുക്ക് മസാലപ്പൊടിയും കൂടി ഇടാം. അതുപോലെ തന്നെ നമുക്ക് ഉപ്പാണ് മെയിൻ സാധനം. ഉപ്പും കൂടി നമുക്ക് ഇടാൻ പറ്റും. ഇത്ര മതിയാവും തോന്നുന്നു അല്ലേ? ഇത്ര മതിയാവും വേണ്ടല്ലോ? മതിയാവും. എല്ലാം ഒരു ഊഹം മാത്രം. പിന്നെ നമ്മുടെ മെയിൻ സാധനമായിട്ടുള്ള കുരുമുളക് പൊടിച്ചതല്ല, ഇടിക്കണം നമുക്കത്. അത് നമ്മുടെ കയ്യിലേക്ക് ആദ്യം മഞ്ഞൊരളവില്ലേ, ആ അളവിൽ അങ്ങ് എടുക്കുക. കണ്ടില്ലേ? ഇത് ചെയ്ത് ഈ സംഭവം നമ്മൾ ചെറുതായിട്ടൊന്ന് ഇടിക്കണം. അപ്പൊ നമുക്ക് ഇടിക്കാമെന്ന്. അപ്പൊ നമ്മൾ ഇടിക്കുന്നത് മിക്സിയിലൊന്നുമല്ല, പരമ്പരാഗത രീതിയിലുള്ള കല്ലിലാണ്. അപ്പൊ കുറച്ച് വെള്ളമൊക്കെ തളിച്ച് കുരുമുളകൊക്കെ ഇച്ചിരി വെള്ളത്തിൽ നമുക്കൊന്ന് കഴുകിയെടുക്കണം. എന്നിട്ട് അപ്പൊ നമ്മുടെ ഈ കല്ലെന്ന് പറയണത് അമ്മമ്മ ദിവസം അരയ്ക്കണതാണ്. ദിവസം നമ്മൾ ഈ കല്ലൊക്കെ വെള്ളാക്കി കളയണതാണ്. കണ്ടില്ല? നമ്മൾ ശ്രദ്ധിക്കണ സംഭവമൊക്കെ എന്ന് വെച്ചാല് അച്ഛൻ പറഞ്ഞുണ്ട്, കല്ലിന്റെ പുറകിലൊക്കെ ഈ പുഴു ഇരിപ്പുണ്ടാവും. ഞാൻ ചതയ്ക്കുമ്പോ എങ്ങാനും പോയിസൺ ആവും. അപ്പൊ നമുക്ക് ചതയ്ക്കാം. കണ്ടില്ല? വലിയ ചതയ്ക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് പൊടിയണ്ട, പൊടിഞ്ഞു എന്നുള്ള അവസ്ഥ ഒന്ന് കിട്ടിയത്. കണ്ടില്ലേ? ഈ ഒരു അവസ്ഥ, പൊടിഞ്ഞില്ല എന്നുള്ള ഈ അവസ്ഥ കിട്ടിയാൽ മതി. കാരണം കുരുമുളക് വേണം കൃത്യമായിട്ട്. ഇത് നമ്മൾ വീണ്ടും കുറച്ച് വെള്ളം തളിച്ച് കഴിഞ്ഞാൽ ആ ഭാഗം വൃത്തിയായി. അപ്പൊ നമ്മുടെ ഈ ഉണ്ടാക്കി വെച്ച ഈ ഇട്ട സാധനത്തിലേക്ക് നമുക്ക് ഇങ്ങനെ കുരുമുളക് ഇങ്ങനെ ഇടാം. കണ്ടില്ലേ? ഇങ്ങനെ ഇടാം. എന്നിട്ട് അതിന് ശേഷം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൈ നല്ല വൃത്തിയുണ്ട്. കാരണം 4-5 വട്ടം ഇപ്പൊ കൈ കഴുകണം. ഈ കൈ കൊണ്ട് നമ്മളിത് മിക്സ് ചെയ്യണം. കണ്ടില്ലേ? കൃത്യമായിട്ട് അങ്ങോട്ട് പുറത്തൊന്നും പോകാതെ. ഒരു വലിയ പാത്രം മാവായിരുന്നു ഇരിക്കും പറഞ്ഞാൽ കുഴപ്പമില്ല, നമ്മളെല്ലാ പാത്രത്തിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കിടലായിട്ട് ഉണ്ടാക്കും. അപ്പൊ നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് വരാം. അപ്പൊ നമുക്ക് ഈ വെണ്ടയ്ക്കൊക്കെ മിക്സ് ആക്കി വെച്ചിട്ട് എണ്ണയിലിടാം.
ഒരു 10-12 ആയിട്ട് ഓൺ ആണ്. തന്നെ നമുക്ക് ചെറിയ പേടിയുണ്ട് ഇടാനായിട്ട്. കൈ കൊണ്ട് എന്തായാലും ഉണ്ടാവും, നമുക്ക് പാത്രം ഇട്ട് തട്ടാം. അയ്യോ, പെട്ടെന്നൊരു സംഭവം പേടിച്ചു പോയി. ഗ്യാസിലാണ് നമ്മൾ പാചകം ചെയ്യണം. ഇങ്ങനെ എണ്ണയിലേക്ക് ഇങ്ങനെ വഴറ്റാം. കാരണം വെണ്ടയ്ക്ക് ഉള്ളിൽ ചെറിയ വെള്ളം പോലെ സംഭവം ഉണ്ടല്ലോ. അപ്പൊ ആ ഒരു സംഭവം ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഈ എണ്ണ ഒഴിക്കുമ്പോഴും ചെറിയൊരു അങ്ങോട്ടും ഇങ്ങോട്ടൊരു പിടുത്തുണ്ടാവും. അവർ നമ്മളൊരു മത്സരം. അപ്പൊ നമ്മൾ ഈ തുളച്ച എണ്ണയിലേക്ക് ഇങ്ങനെ ഇടുമ്പോൾ ഒരു വറക്കും. അങ്ങനെ വറുത്തെന്ന് വെച്ചാൽ വറുത്തെന്ന് പറഞ്ഞാൽ വറക്കുമല്ല, ഇന്നൊരു ഫ്രൈ ആയൊരു ലുക്കാണ് നമുക്ക് വേണ്ടത്. അപ്പോഴാണ് നമുക്ക് ആ ടേസ്റ്റ് കിട്ടുക. ചില ഉപ്പേരിയൊക്കെ ഭയങ്കര കുഴകൊഴകൊഴാന്നിരിക്കുക. ആ രീതിക്ക് ഞാൻ ഉണ്ടാക്കാറില്ല. എനിക്ക് ഇഷ്ടമല്ല ഒന്നും അത്. ചില ആൾക്കാരുണ്ട് ഇഷ്ടം പോലെ, ഈ മെഴുക്ക് വരട്ടി എന്നൊക്കെ പറയും. അങ്ങനെ നമുക്കതിങ്ങനെ ഒന്ന് എണ്ണയൊക്കെ വെച്ച് ഒന്ന് സെറ്റ് ആവട്ടെ 2 മിനിറ്റ്. അപ്പൊ ഞാനൊക്കെ ഇത് ഇന്നലെ ഉണ്ടാക്കിയതാണ്, വീട്ടില് ഉണ്ടാക്കിയതാ. പക്ഷെ നമുക്ക് വീടെടുക്കാനുള്ള പറ്റിയില്ല. കാരണം ഉണ്ടാക്കി പകുതി എത്തിയപ്പോഴാണ് നമുക്ക് ഓർമ്മ വന്നത് നമുക്ക് വീടെടുക്കായിരുന്നു എന്ന്. ഇന്ന് നമുക്ക് ആ വീട് അങ്ങോട്ട് എടുത്തു, അത്രേ ഉള്ളൂ. ഇവിടെ നല്ല മഴ പെയ്തോണ്ടിരിക്കുക. ഒന്ന് മഴ പെയ്യും, പുറത്തിറങ്ങും, വീണ്ടും മഴ പെയ്യും, വീണ്ടും പോവും, വീണ്ടും മഴ പെയ്യും. അങ്ങനെ ഒരുമാതിരി അവസ്ഥയിലാണ് നമ്മുടെ ഈ വെണ്ടയ്ക്ക ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് വേവട്ടെ അല്ലേ. അപ്പൊ നമ്മുടെ എന്തായാലും വെണ്ടയ്ക്ക ആയിക്കൊണ്ടിരിക്കും. കരണ്ടും പോയി. അപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് കരണ്ട് പോയി. പേടിക്കണ്ട, ഗ്യാസ് ആണ്, അപ്പൊ ഒന്നും പറ്റില്ല. പക്ഷെ വെളിച്ചത്തിനൊരു പ്രശ്നം. കരണ്ട് വന്നു. അപ്പൊ നമ്മൾ കണ്ടില്ലേ കരണ്ട് വന്നപ്പോ സമാധാനം. നമ്മളിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. കളറൊക്കെ എന്ത് ഭംഗിയൊക്കെ കാണാനായിട്ട് വയ്ക്കും. ഒരു പച്ചയും അതുപോലെ തന്നെ ഒരു ചുവപ്പും കളർ അല്ലേ, നല്ല ഭംഗി കാണാനായിട്ട്. അപ്പൊ നമ്മള് കുക്കിംഗ് വീഡിയോ ഇട്ടിട്ട് ഇപ്പൊ ഒരു വർഷം കൂടി ആയിക്കാണ്. നമ്മൾ മുന്നേ മാങ്ങയുടെ ചീരയുടെ ഒക്കെ വീഡിയോ എടുക്കുമായിരുന്നു. പക്ഷെ നമ്മൾ എന്തോ ഒന്ന് സ്റ്റോപ്പായി പോയി. നമ്മൾ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് പരിപാടി. അത് മാത്രല്ല, പിന്നെ ഈ ഇങ്ങോട്ട് വന്നതെന്ന് തന്നെ വൈക്കം നല്ല മഴയാണ്. കുമരകം അതുപോലെ തന്നെ കുറെ സ്ഥലത്തൊക്കെ നമുക്ക് പോകാന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ നമ്മൾ വന്ന സമയവും മാസവും തെറ്റിപ്പോയി. ജൂണായിരുന്നു മാത്രം. പക്ഷെ നമുക്ക് ഒരു മാർച്ച് കഴിഞ്ഞ് ഏപ്രിൽ മെയ് മാസങ്ങളൊക്കെ വരണ്ടായിരുന്നു. ചിലപ്പോ നാളെ നമ്മൾ കുമരകം പോകും. മഴ വന്നാലും മഴ വന്നില്ലെങ്കിലും എങ്ങനെയൊക്കെ നമ്മൾ പോയിരിക്കും. പോയല്ലേ പറ്റൂ, കാണേണ്ട കാഴ്ചകളൊക്കെ. അങ്ങനെ അപ്പം പിന്നെ പൂജാരും പിന്നെ തിരക്കുകളല്ലേ നമുക്ക് ഈ മാർച്ച് ഏപ്രിൽ മെയ് മാസം എക്സാം കാണലൊക്കെ ആയിരുന്നല്ലോ. അങ്ങനെ സമയം പോയത് 2 മാസം അങ്ങനെ പോയി. എനിക്ക് കിട്ടിയത് ജൂൺ മാസം. സമയം പോയപ്പോ ഓക്കെ. സമയം പോയത് അറിഞ്ഞില്ല. ചെറുതായിട്ട് ആയിക്കൊണ്ടിരിക്കാണ്ടില്ലേ, ഈ കളറൊക്കെ വന്നു തുടങ്ങിയാണ്ടില്ലേ. കരി ഉണ്ടാവുന്നു, ഒന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മതി. എന്നുവെച്ചാ കരിയേണ്ട ആവശ്യമില്ല. അത് നമ്മൾ എണ്ണയൊക്കെ വെച്ചിട്ടുണ്ടല്ലേ, ഒന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മാത്രം മതി നമുക്കൊന്ന്. ഉണ്ടല്ലേ, അയ്യോ മൊരിഞ്ഞ് കിട്ടിയ സമാധാനം. അങ്ങനെയാണ് പരിപാടികളൊക്കെ. അപ്പൊ ഒന്ന് ആവട്ടെ. അതെ, അപ്പൊ നമ്മുടെ വെണ്ടയ്ക്ക ആയിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഈ പാത്രം അല്ല, നമ്മൾ ആദ്യം ഗ്യാസ് സ്റ്റൗ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചൊന്ന് ഓഫ് ആക്കണം. അതിനുശേഷം വേണം നമ്മൾ താഴത്തോട്ട് എടുക്കാനായിട്ട്. അപ്പൊ അതിന്റെ സ്പെഷ്യലിസ്റ്റ് ആയ അമ്മമ്മേനെ വിളിക്കാം. അമ്മമ്മേ, അങ്ങനെ നമ്മുടെ വെണ്ടയ്ക്ക ഓഫ് ചെയ്തിട്ടുണ്ട്. ഗ്യാസ് സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ വെണ്ടയ്ക്കയുടെ പാത്രം ഇവിടെ മാറ്റണം, ഇവിടെ തന്നെ വെക്കാം. എന്നിട്ട് ഇതിന്ന് നമുക്ക് വേറെ പാത്രത്തിലോട്ട് നമുക്ക് മാറ്റാം. അതിനായിട്ട് നമ്മളൊരു പാത്രം കണ്ടുപിടിക്കണം. അപ്പൊ എന്തായാലും നമുക്ക് ഇതിൽ നിന്ന് കോരിയിട്ട് നമ്മുടെ പാത്രത്തിലേക്ക് വെക്കാം. ഇങ്ങനെ പതുക്കെ കോരി എടുക്കുമ്പോൾ സമയം എടുക്കും, അത് ഉറപ്പാണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാം, സമയം ഒട്ടും കളയണ്ട. ഇതാണ് നമ്മുടെ വെണ്ടയ്ക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതെന്താന്ന് വെച്ചാൽ സാധനം നമുക്ക് കാണുമ്പോൾ നോണ് പോലെ തോന്നും, പക്ഷെ ഇത് നോണല്ല, വെജാണ്. പക്ഷെ നമുക്ക് വെജിറ്റേറിയൻ ആൾക്കാർക്ക് നല്ല ടേസ്റ്റിൽ നമുക്ക് കഴിക്കണം എന്നുള്ള സംഭവമാണെങ്കിൽ അത് ഇത് നല്ലതാണ്. നോണിന്റെ ടേസ്റ്റും വെജും ആണ് സംഭവം. അപ്പൊ നിങ്ങൾക്കൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഇതേപോലത്തെ സംഭവം ട്രൈ ചെയ്യാം. നല്ല ടേസ്റ്റുമാണ്. ടേസ്റ്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഇതിന് കമന്റും ചെയ്യണം. വെണ്ടയ്ക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് വരെ വെണ്ടയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് ഈ സംഭവം എന്ന് പറഞ്ഞത്. ഇതിന്റെ പേരെന്താണെന്ന് എനിക്ക് പോലും അറിയില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടുപിടിച്ചു വന്നത്. ഇത് കരിഞ്ഞിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്, വറുത്തിട്ടുള്ളത്. ആ രീതിക്കല്ല നമ്മൾ ഉണ്ടാക്കണം. ഒരു മൊരിഞ്ഞു വറുത്തില്ല എന്നുള്ള രീതിക്കാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോ വീണ്ടും കാണാതിരിക്കും. നന്ദി, നമസ്കാരം.